പാട്ടുകേട്ടാർക്കും സൗഖ്യം പട്ടിണിയായി അയ്യോ അയാൾ വിശന്നിട്ട് ശബ്ദവും എടാ കലം ഒരു ചായ ഇട്ടാ വല്ല മാർഗമുണ്ടോ? ചായ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ എന്തോന്ന് വേണ്ടി ഞാൻ ആലോചിക്കുക. അതിനിടയ്ക്കാണ് ചായ. പാൽപ്പായസം ആയിക്കോട്ടെ, ചായ. അപ്പൊ കല കൊണ്ട് ജീവിക്കാൻ ഒരു മാർഗവുമില്ലല്ലേ? അശാരി ഒരാൾ വരുന്നുണ്ട്. കണ്ടിട്ട് കച്ചേരിക്കാരൻ ചന്ദ്രോദയം ഇതിലെ കാടുപതുച്ചൻ താമരൈ മുഖമേ ആനന്ദ ചന്ദ്രോദയം ഇരുന്നേ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നൊരു കച്ചേരിക്ക് പോകാൻ വേണ്ടി ഒന്ന് സാധനം ചെയ്തേ. എവിടുന്നാ? ഞാൻ ഈ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. അപ്പൊ കുടിക്കാൻ എന്തോ വേണ്ടത്? ചായയോ കാപ്പിയോ ഹാർലിക്സോ ബോൺവിറ്റയോ? അതൊക്കെ ഇല്ല. എന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ നോക്കില്ല. ഏതാ ചന്ദ്രശേഖര, ഭരത, ദാമു, നാരായണ, വാസു, ഒരൊറ്റ കുഞ്ഞിനെ കാണാനില്ല. 1,00,000 ശിഷ്യന്മാരുണ്ട്. ആവശ്യം വിളിച്ചാൽ ഒറ്റ ഒരുത്തിനെ കാണില്ല. എടാ പോകുന്ന നീ പോയി ഒരു നല്ല കാപ്പിയും. എക്സ്ക്യൂസ് മീ, ഞാനേ ഒരു കാപ്പിയും ചായയും കുടിക്കാറില്ല. ഈ ശബ്ദം പോകുന്നുള്ളതുകൊണ്ട് ഒരു പാലും വാങ്ങിച്ചോണ്ടോ. അപ്പോ ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കാം. ഞാൻ ഭാഗവതയുടെ ഒരു പ്രോഗ്രാം ഏർപ്പാട് ചെയ്യാൻ വന്നതാണ്. അയ്യോ, പ്രോഗ്രാം? യാതൊരു രക്ഷയില്ല. അയ്യോ, അതെന്താ? എന്നത്തേക്കാ? അടുത്ത മാസം 15-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. രക്ഷയില്ല. വരുന്ന 3 മാസം പോക്ക. എന്നുവെച്ചാ എന്തുവാ? ബുക്കടാ. അയ്യോ, അങ്ങനെ പറയരുത്. അന്നൊരു കേന്ദ്രമന്ത്രി വരുന്ന ദിവസമാണ്. ഭാഗവതരുടെ കച്ചേരി ഇല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രി പിണങ്ങിപ്പോവും. എന്ന് പറഞ്ഞാൽ സമയം വേണ്ടായോ? പെണ്ണില്ലാന്ന് വെച്ച് പെങ്ങളെ കിട്ടാനും. വെള്ളമില്ലാത്തത് എങ്ങനെയാ? 3 മണി എത്രയായി? 10:20. കാപ്പിടിച്ചോട്ടെ. ഭാഗവതർ വിചാരിച്ചാൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. മന്ത്രി വരുന്നതുകൊണ്ടാ. ഈ പാലായതുകൊണ്ട് ആര് കിട്ടാൻ കുറെ താമസിക്കും. കുടിക്കണം. ഇത്രയും ചൂടുള്ള പാല് മാറ്റോണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലടാ. തൊണ്ടയ്ക്ക് നല്ല ചെന്നാ ഡയറി എടുത്തുണ്ടോ? രക്ഷയില്ല. ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നുണ്ടോ നമ്മുടെ മാനേജര്? ശേഷം 7-ാം തീയതി ബാംബെ ഷൺമുഖാനന്ദ സഭ, 9-ാം തീയതി കേപ്പ് കന്യാകുമാരി കടപ്പുറം, 10-ാം തീയതി മറുപടിയും ഹൈദരാബാദ്. മനുഷ്യൻ എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ട് വേണ്ടേ പ്രോഗ്രാം കൊടുക്കാൻ? അവൻ 2 കാലല്ലേ ഉള്ളൂ. ഒറ്റ മനോധർമ്മമില്ലാത്ത പ്രവൃത്തിയാണ് നീ ഇവരുടെയൊക്കെ. അടുത്ത മാസം 18-ാം തീയതി കൊല്ലത്താണ് പരിപാടി. അപ്പൊ നമുക്ക് സൗകര്യമായല്ലോ. എന്താ സൗകര്യം? വേണ്ടി വന്നാൽ കൊല്ലത്തുകാരോട് പറഞ്ഞ് ആ സമയം സ്വല്പം ഭേദപ്പെടുത്തിയാൽ മതിയല്ലോ. ഇവിടത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. മന്ത്രി വരുന്നതുകൊണ്ടാ. നിങ്ങളുടെ കച്ചേരിയുടെ സമയം എപ്പോഴാ? 3:30. കൃത്യം 3:30. നിങ്ങളൊരു ഭയങ്കര ഭാഗ്യവാൻ. ഒരു കച്ചേരിയുടെ സമയം ദൈവം കൊണ്ട് ഇട്ടിരിക്കുന്ന കേട്ടില്ലയോ? കൊല്ലത്തുകാർക്ക് രാത്രി 10 മണി കഴിഞ്ഞ കച്ചേരി. അപ്പോ ഈ പരിപാടിയും കഴിഞ്ഞ് ഒരു പാട്ടും പാടി കഴിഞ്ഞതിന് ശേഷം പോകേണ്ട സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ജയിച്ചല്ലോ ഭാഗവതർ. നിങ്ങള് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞോട്ടെ. അഡ്വാൻസ് ആയിട്ട് എനിക്ക് നേരത്തെ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാനും അഡ്വാൻസ് ആയിട്ട്
കഴിച്ച പറയൂ. അല്ലാതെ ഇപ്പോൾ അഡ്വാൻസ് ആക്കുന്നത് എന്തിനാ? ഭാഗവതരുടെ മുഴുവൻ തുകയും ഇപ്പോൾ തന്നെ തന്നേക്കാം. എന്താ ഭാഗവതരുടെ തുക? എന്റെ തുകയെ പറ്റി പറയുകയാണെങ്കിൽ 1000 രൂപയിൽ കുറഞ്ഞ് ഞാൻ കച്ചേരി ചെയ്യാറില്ല. 1000 രൂപ? അതെ, പിന്നെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഒരു 780 രൂപ പോരാഞ്ഞിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി വരികയല്ലേ, അങ്ങനെ ആ സ്ഥിതിക്ക് ഒരു 500 രൂപ. അല്ല അതല്ല, പിന്നെ നമ്മുടെ ഒരു നാട്ടുകാരി ആവുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കൂടി ഉത്സാഹത്തിൽ ഒരു 250 രൂപ. അല്ല, ഒരു 100 രൂപയാലും മതി. അതി കുറയ്ക്കല്ലേ. ഗുരുവായൂരപ്പനാണ് 100 രൂപയെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതാ 1000 രൂപയ്ക്ക് ചെക്കുണ്ട്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. കൃത്യസമയത്ത് ഞാനിവിടെ ഉണ്ടാകും. എടാ കടം. ആശാനെ, നീ എന്തു പറഞ്ഞു? കല കൊണ്ട് ജീവിക്കാനൊക്കില്ല എന്നല്ലേ? എന്റെ പൊന്നാശാനെ ഒന്ന് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞതിന് തിരിച്ചെടുത്തിരിക്കുന്നു. എടാ അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. കലയെന്ന് പറഞ്ഞാൽ അത് കലയാണ്. ആടി വരുന്നു